Hi all, welcome to another beautiful lecture on MBBS classes. ഇത് സത്യത്തിൽ ഒരു ലെക്ചർ ഒന്നുമല്ല. This will be purely a question paper discussion on pathology paper 1 of KUHS. വളരെ പ്രസിദ്ധമായ ഒരു പേപ്പറാണ്. This was an easy paper indeed. 2019 സ്കീമിന്റെ 22 ഫെബ്രുവരിയിലെ റെഗുലർ പേപ്പറാണ് pathology paper 1. Actually it was an easy paper. More of the questions were direct. എഴുതാൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. There was no much doubt on that. പ്രോപ്പർ ആയിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. നമുക്ക് ആദ്യം ലോങ് എസ്സേയിലേക്ക് പോവാം. 30 മാർക്കിന്റെ 40 മാർക്കിന്റെയും ലോങ് എസ്സേയിലേക്ക് പോവാം. സോ ലോങ് എസ്സേ പറ്റി പറയുമ്പോൾ ദ ഫസ്റ്റ് ലോങ് എസ്സേ, a 60-year-old man, ഓൾഡ് മാൻ ആണ്, presents to the medical OPD with complaints of easy fatigability, bone pain and decreased urination. So symptoms എന്തൊക്കെയാണ്? Note down the symptoms. Easy fatigability, bone pain and decreased urination. And on examination he has pallor. Examination pallor. The investigations, what all are investigated in the question? Let us see. Investigations hemogram shows HP 8 gram per dl. 8 gram per dl is a case of anemia, right? Anemia. Total leukocyte count എത്രയാണ്? 6500 per millimeter cube ആണ്. That is normal WBC count തന്നെയാണ്. Normal WBC. And platelet count normal തന്നെയാണ് അല്ലെ? platelet count 1,60,000 ആണ് തന്നിരിക്കുന്നത്. That also normal. What about peripheral smear? Peripheral smear shows increase in Rowlett formation. ഒരു increase in Rowlett formation ഉണ്ട്. അത് എന്തിന്റെ ലക്ഷണമാണ്? അത് സാധാരണ നമുക്ക് തന്നെ അറിയുന്ന പോലെ പ്ലാസ്മ സെൽ ഡിസോർഡേഴ്സിന്റെ ലക്ഷണമാണ്. പ്ലാസ്മ സെൽ ഡിസോർഡേഴ്സ് ലൈക്ക് ദാറ്റ് ഈസ് കോസ്ഡ് ബൈ സ്റ്റാക്കിംഗ് ഓഫ് RBC കാരണമാണ് ഇത് ഉണ്ടാകുന്നത്. സെറം ക്രിയാറ്റിൻ 3.8 gram milligram per dl ആണ്. 3.8 milligram per dl. സോ അതെന്തിന്റെ ഒരു ലക്ഷണമായിരിക്കാം? റെനൽ ഇമ്പയർമെന്റിന്റെ. സോ ലക്ഷണങ്ങളും ഇൻവെസ്റ്റിഗേഷനും അതുമായി ബന്ധപ്പെട്ട കാരണങ്ങളും നമ്മളൊന്ന് നോക്കി വെച്ചിട്ടുണ്ട്. ഒരു ബോൺ മാരോ എക്സാമിനേഷൻ ഓർഡർ ചെയ്തിരിക്കുകയാണ്. ഒരു ബോൺ മാരോയ്ക്ക് പറഞ്ഞിരിക്കുകയാണ് ഒരു എക്സാമിനേഷൻ. സോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആദ്യത്തെ ചോദ്യം, വാട്ട് ഈസ് മോസ്റ്റ് ലൈക്ലി പോസിബിലിറ്റി ഇൻ സച്ച് എ സിറ്റുവേഷൻ. ഇപ്പൊ ഇത്രയും ലക്ഷണം വെച്ചിട്ട് ഏത് രോഗമായിരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡയഗ്നോസിസ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഈസിലി പറയാം ദീസ് ഓൾ ആർ സിംപ്റ്റം ഓഫ് മൾട്ടിപ്പിൾ മൈലോമ. MM-ന്റെ ലക്ഷണങ്ങളാണ് അല്ലെ? മൾട്ടിപ്പിൾ മൈലോമയുടെ ലക്ഷണങ്ങളാണ്. ഇതിന്റെ റാഷണയിൽ ഒന്ന് പറഞ്ഞേ, എന്തൊക്കെയാണ് ഇതിന്റെ റാഷണയില്? 1. bone pain due to osteolytic lesions from plasma cell proliferation. അപ്പൊ ഇതിന്റെ റാഷണയിൽ ബോൺ പെയിൻ. 2. അനീമിയ. ബോൺ മാരോ ഇൻഫിൽട്രേഷൻ എന്ത് ചെയ്യും? ഹീമോട്ടോപോയസിസിനെ കുറയ്ക്കും. അപ്പൊ അതുകൊണ്ടാണ് എന്ത് പറ്റിയത്? HP കൗണ്ട് കുറയുന്നത്, HPയുടെ ലെവല് കുറയുന്നത്. അതുപോലെ റോലെക്സ് ഫോർമേഷൻ. എന്തുകൊണ്ടായിരിക്കാം റോലെക്സ് ഫോർമേഷൻ ഉണ്ടാകുന്നത്? കാരണം മോണോക്ലോണൽ ഇമ്മ്യൂണോഗ്ലോബിൻസ് എന്ത് ചെയ്യും? ബ്ലഡിൽ കൂടുന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെ എലിവേറ്റഡ് ESR ലെവൽ ഹൈ ആണ്. അതിന് കാരണം എന്തായിരിക്കും? കോസ്ഡ് ബൈ ഹയർ ലെവൽസ് ഓഫ് ഫൈബ്രോജൻസ് ആൻഡ് ഗ്ലോബുലിൻസ്. ഫൈബ്രോജൻസും ഗ്ലോബുലിനും കൂടി നിൽക്കുന്നതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഹൈ ക്രിയാറ്റിനാണ് കാണിക്കുന്നത്. അത് റീനൽ ഇമ്പയർമെന്റിന്റെ സിംറ്റം ആണ്. അതെന്തുകൊണ്ടായിരിക്കും? ലൈറ്റ് ചെയിൻ നെഫ്രോപ്പതി, അതായത് ബെൻസ്റ്റോൺസ് പ്രോട്ടീൻ, യു മേ റിമെമ്പർ ബെൻസ്റ്റോൺസ് പ്രോട്ടീൻ ദാറ്റ് ഡാമേജസ് ദി കിഡ്നി. ലൈറ്റ് ചെയിൻ നെഫ്രോപ്പതി ദാറ്റ് ഡാമേജസ് ദി കിഡ്നി. അപ്പൊ നമ്മൾ റാഷണലി ലിസ്റ്റ് ഔട്ട് ചെയ്തു. അപ്പോ ഇതിന്റെ പാത്തജനസിസ് എങ്ങനെയാണ് നമ്മൾ ഇതിന്റെ പാത്തജനസിസ് മനസ്സിലാക്കുക?
അപ്പൊ ഞാൻ ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഇതിലെ ഏത് രോഗമെന്ന് മാത്രമാണ്. ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി ആഡ് ചെയ്യാണ്. പാത്തജനിസിസ് ഓഫ് മൾട്ടിപ്പിൾ മൈലോമ. മൾട്ടിപ്പിൾ മൈലോമ അഥവാ എംഎമ്മിന്റെ പാത്തജനിസിസിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നു? മാലിയങ് മോണോക്ലോണൽ പ്ലാസ്മ സെൽ പ്രൊളിഫറേറ്റ് ഇൻ ദി ബോൺ മാരോ. MPC, മാലിയങ് മോണോക്ലോണൽ പ്ലാസ്മ സെല്ല് ബോൺ മാരോയിൽ പ്രൊളിഫറേറ്റ് ചെയ്യുന്നു. ദീസ് സെൽ പ്രൊഡ്യൂസസ് അബ്നോർമൽ ഇമ്മ്യൂണോഗ്ലോബിൻസ്. അപ്പൊ ഈ സെല്ലുകളാണ്, മോണോക്ലോണൽ പ്ലാസ്മ സെല്ലുകളാണ് എന്ത് ഫോം ചെയ്യുന്നത്? ഈ അബ്നോർമൽ ആയിട്ടുള്ള ഇമ്മ്യൂണോഗ്ലോബിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബെൻസ്റ്റോൺസ് പ്രോട്ടീൻ എന്ത് ചെയ്യും? കിഡ്നി ഫിൽട്ടർ ചെയ്യും. അതുകൊണ്ട് തന്നെ അത് കാസ്റ്റ് നെഫ്രോപ്പതിക്ക് കാരണമാവും. ബെൻസ്റ്റോൺസ് പ്രോട്ടീൻ ആണ് അതിനകത്തൊരു കീവേഡ്, ഓർക്കുക. ബെൻസ്റ്റോൺസ് പ്രോട്ടീൻ എന്ത് ചെയ്യും? നമ്മുടെ കിഡ്നി ഫിൽട്ടർ ചെയ്യും, അത് കാസ്റ്റ് നെഫ്രോപ്പതിക്ക് കാരണമാകും. സൈറ്റോകൈൻസ് IL-6ഉം റാങ്കിലും RNKലും ഒക്കെ എന്ത് ചെയ്യും? ഓസ്റ്റിയോക്ലാസ്റ്റ് ആക്ടിവിറ്റി സ്റ്റിമുലേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ എന്ത് പറ്റും? ഓസ്റ്റിയോലിറ്റിക് ബോൺ ലെഷൻസും ഹൈപ്പർ കാൽസീമിയയും വരും. എന്തൊക്കെ സംഭവിക്കും? സൈറ്റോകൈൻസ് എന്ത് സ്റ്റിമുലേറ്റ് ചെയ്യും? ഓസ്റ്റിയോക്ലാസ്റ്റ് ആക്ടിവിറ്റി സ്റ്റിമുലേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? ഓസ്റ്റിയോലിറ്റിക് ബോൺ ലെഷൻസും ഹൈപ്പർ കാൽസീമിയയും സംഭവിക്കും. എങ്ങനെയാണ് നമുക്ക് മൾട്ടിപ്പിൾ മൈലോമയുടെ സിംറ്റംസ് ഓർക്കാൻ പറ്റുക? ക്രാബ് എന്നൊരു കോഡ് ഓർത്താൽ മതി. ക്രാബ് ഞണ്ട് എന്ന അർത്ഥത്തിൽ ക്രാബ്. കാൽഷ്യം എലിവേഷൻ ആണ് ഒന്നാമത്തെ ഒരു സിംറ്റം. ക്രാബ് സിംറ്റം എന്നാ പറയുക, കാൽഷ്യം എലിവേഷൻ. 2 റീനൽ ഫെയിലിയർ, 3 അനീമിയ, 4 ബോൺ ലെഷൻ, ഓസ്റ്റിയോലിറ്റിക് ബോൺ ലെഷൻസ്. അപ്പൊ ഇത് ഓർക്കാനായിട്ട് എന്ത് മൾട്ടിപ്പിൾ എംഎമ്മിന്റെ സിംറ്റംസ് ഓർക്കാനുള്ള കോഡ് എന്താണ്? ക്രാബ് എന്നതാണ്. ഇനി രണ്ടാമത്തെ പാർട്ട്, ബി പാർട്ടിലേക്ക് പോവുകയാണെങ്കിൽ, വാട്ട് ആർ ദി ഫൈൻഡിങ്സ് എക്സ്പെക്ടഡ് ഇൻ ദി ബോൺ മാരോ എക്സാമിനേഷൻ? ബോൺ മാരോ എക്സാമിനേഷൻ എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യാമായിരിക്കും? ബോൺ മാരോയിൽ എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യാമായിരിക്കും? ഒന്ന്, പ്ലാസ്മ സെൽ ഇൻഫിൽട്രേഷൻ. 10% of the total marrow cells are abnormal plasma cell. ഒന്ന് കാണാൻ പറ്റുക, എക്സാമിനേഷൻ നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്ന് കാര്യം പ്ലാസ്മ സെൽ ഇൻഫിൽട്രേഷൻ ആണ്. അതായത് 10% ഓഫ് ടോട്ടൽ മാരോ സെൽസ് എന്തായിരിക്കും? മാരോ സെൽസ് ആർ abnormal plasma cell. abnormal plasma cell. അപ്പം അബ്നോർമൽ എന്ന് പറയുമ്പോൾ സെൽസ് എന്തൊക്കെ ആവാം? സെൽസ് മേ ബി ബൈന്യൂക്ലിയേറ്റഡ്, മൾട്ടിന്യൂക്ലിയേറ്റഡ് ഓർ ഹാവ് ഫ്ലെയിം അപ്പിയറൻസ്. അല്ലെ, ഫ്ലെയിം അപ്പിയറൻസ് എന്നത് ഒരു കീവേഡ് ആണ്. ഫ്ലെയിം അപ്പിയറൻസ്. അപ്പൊ പ്ലാസ്മ സെൽ ഇൻഫിൽട്രേഷൻ 10% മാരോ സെൽസ് എന്തായിരിക്കും? അബ്നോർമൽ പ്ലാസ്മ സെല്ലുകളായിരിക്കും. സെല്ല് ബൈന്യൂക്ലിയേറ്റഡോ മൾട്ടിന്യൂക്ലിയേറ്റഡോ അല്ലെങ്കിൽ ഫ്ലെയിം അപ്പിയറൻസോ ഉണ്ടാവും. അതുപോലെ തന്നെ റെഡ്യൂസ്ഡ് നോർമൽ ഹെമാറ്റോപോയസിസ്. നോർമൽ ഹെമാറ്റോപോയസിസ് റെഡ്യൂസ് ചെയ്യപ്പെടും. അത് എന്തിനൊക്കെ കാരണമാകാം? അനീമിയയ്ക്കാകാം, ന്യൂട്രോപീനിയയ്ക്കാകാം, ത്രോംബോസൈറ്റോപീനിയയ്ക്കാകാം. അപ്പം റെഡ്യൂസ്ഡ് നോർമൽ ഹീമാറ്റോപോയസിസ് ലീഡ്സ് ടു അനീമിയ, ന്യൂട്രോപീനിയ ആൻഡ് ത്രോംബോസൈറ്റോപീനിയ. 3, അബ്നോർമൽ പ്ലാസ്മ സെൽ ഫീച്ചേഴ്സ്. വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. അബ്നോർമൽ പ്ലാസ്മ സെൽ ഫീച്ചേഴ്സ് എന്തൊക്കെ എഴുതാം അതിനകത്ത്? MDA, അതാണ് അത് ഓർക്കാനുള്ള കോഡ്. എന്താ MDA? മോട്ട് സെൽസ്, ഡച്ചർ ബോഡീസ്, അമിലോയിഡ് ഡെപ്പോസിഷൻ. ഈ അമിലോയിഡ് ഡെപ്പോസിഷൻ എല്ലാ കേസിലും കാണാറില്ല. ഇൻ സം കേസസ് ഓൺലി ഇറ്റ് ഈസ് ഫൗണ്ട്. ഈ അബ്നോർമൽ പ്ലാസ്മ സെൽ ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ മോട്ട് സെൽ. മോട്ട് സെൽ എന്താ? ഇറ്റ് കണ്ടെയ്ൻസ് റസൽ ബോഡി, ഇമ്മ്യൂണോഗ്ലോബിൻ ഇൻക്ലൂഷൻസ്. അതുപോലെ ഡച്ചർ ബോഡീസ്. എന്താ ഡച്ചർ ബോഡി? ഇൻട്രാന്യൂക്ലിയർ ഇമ്മ്യൂണോഗ്ലോബിൻ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഈ അമിലോയിഡ് ഡെപ്പോസിഷൻ സം കേസസിൽ, എല്ലാ കേസിലും കാണണമെന്നില്ല. 4, അഡ്വാൻസ് കേസസിലാണെങ്കിൽ ബോൺ മാരോ ഫൈബ്രോസിസ് കാണാനായിട്ട് സാധിക്കും. ബോൺ മാരോ ഫൈബ്രോസിസ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ബി പാർട്ട്. അപ്പൊ ബി പാർട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വാട്ട് അബൌട്ട് ദി സി പാർട്ട്? വാട്ട് ആർ ദി എക്സ്പെക്ടഡ് റിസൾട്ട്? What are the laboratory investigation you will do to arrive at diagnosis and what are the expected result? എന്തൊക്കെ laboratory techniques യൂസ് ചെയ്യാം? കുറെ കാര്യങ്ങൾ യൂസ് ചെയ്യാം അല്ലെ? എന്തൊക്കെ യൂസ് ചെയ്യാം? എന്നാൽ നമുക്ക് കുറച്ചൊക്കെ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ഒന്ന്, ഇൻവെസ്റ്റിഗേഷൻ ആൻഡ്
എക്സ്പെക്ടഡ് ഫൈൻഡിങ് ഇങ്ങനെ എഴുതാം. ഇപ്പം CBC ആൻഡ് പെരിഫറൽ സെറം പെരിഫറൽ സ്മെയർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? അനീമിയയുടെയും റോലെക്സ് ഫോർമേഷനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എക്സ്പെക്ടഡ് ഫൈൻഡിങ് അനീമിയ റിയോലെക്സ് ഫോർമേഷൻ. 2 സ്പെപ്പ് ചെയ്യാം. SPP എന്ത് ചെയ്തതിന് എന്തിനാ? എന്താ SPP? സെറം പ്രോട്ടീൻ ഇലക്ട്രോഫോറസിസ്. സെറം പ്രോട്ടീൻ ഇലക്ട്രോഫോറസിസ് ചെയ്താൽ എന്ത് കിട്ടും? എം സ്പൈക്ക് മനസ്സിലാക്കാം. അതായത് മോണോക്ലോണൽ എം സ്പൈക്ക് എന്താ? മോണോക്ലോണൽ IgG or IgA കൃത്യമായിട്ട് മനസ്സിലാക്കാം. അതുപോലെ വളരെ ഫേമസ് ആയിട്ടുള്ള BJ, ആ BJ അല്ല, ഇറ്റ്സ് ബെൻജോൺസ് ടെസ്റ്റ്, ബെൻസ്റ്റോൺസ് PT, ബെൻസ്റ്റോൺസ് പ്രോട്ടീൻ ടെസ്റ്റ്. ബെൻസ്റ്റോൺ പ്രോട്ടീൻ ടെസ്റ്റിൽ എന്ത് മനസ്സിലാക്കാം? ഫ്രീ ലൈറ്റ് ചെയിൻസ് ഇൻ യൂറിൻ. ഫ്രീ ലൈറ്റ് ചെയിൻസ് ഇൻ യൂറിൻ. അടുത്തത് സെറം ഫ്രീ ലൈറ്റ് ചെയിൻ അസൈ ചെയ്യാം. സെറം ഫ്രീ ലൈറ്റ് ചെയിൻ അസൈ SFLCA. സെറം ഫ്രീ ലൈറ്റ് ചെയിൻ അസൈ ചെയ്താൽ എന്ത് ചെയ്യാം? എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? എക്സ്പെക്ടഡ് ഫൈൻഡിങ് എലിവേറ്റഡ് കാപ്പ ഓർ ലാംഡ ലൈറ്റ് ചെയിൻസ് കണ്ടുപിടിക്കാൻ പറ്റും. അടുത്തത് ഇത്രയും നോട്ട് ചെയ്തെന്ന് കരുതുന്നു. അടുത്തത് സെറം കാൽഷ്യം. സെറം കാൽഷ്യം ഇൻവെസ്റ്റിഗേഷൻ ചെയ്താൽ ഹൈപ്പർ കാൽസീമിയ, ഈ ബോൺ റിസോപ്ഷൻ നടക്കുന്നതുകൊണ്ട് ഹൈപ്പർ കാൽസീമിയ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അടുത്തത് RFT, റേനൽ ഫംഗ്ഷൻ ടെസ്റ്റ്. RFT ചെയ്താൽ എന്ത് കണ്ടുപിടിക്കാം? ക്രിയാറ്റിനിൻ, റേനൽ ആക്ടിവിറ്റി ബാധിച്ചിരിക്കല്ലേ, എലേവേറ്റഡ് ആയിട്ടുള്ള ക്രിയാറ്റിനിൻ കണ്ടുപിടിക്കാം. അതുപോലെ എക്സ്റേയും CT എടുത്താൽ എന്ത് ചെയ്യാം? എക്സ്റേ സ്കാനും CT സ്കാനും ഒക്കെ എടുത്താൽ ഓസ്റ്റിയോലിറ്റിക് ലെഷൻസ് കണ്ടുപിടിക്കാം. അതുപോലെ ബോൺ മാരോ ബയോപ്സി ചെയ്താൽ എന്ത് പറ്റും? 10%, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 10% മുകളിലുള്ള പ്ലാസ്മ സെല്ലിന്റെ അട്ടിപ്പിക്കൽ ആയിട്ടുള്ള മോർഫോളജി ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ എം സ്പൈക്ക് ഇൻ സ്പെപ്പ് എന്തുകൊണ്ടാ വരുന്നത്? അതിന്റെ റീസൺ കൂടി ഇപ്പൊ ഓർത്തോ. എം സ്പൈക്ക് സ്പെപ്പില് എന്തുകൊണ്ടാ വരുന്നത്? എന്താ സ്പെപ്പ് ഓൾറെഡി നമ്മൾ പറഞ്ഞു, സെറം പ്രോട്ടീൻ ഇലക്ട്രോഫോറസിസ്. സ്പെപ്പിൽ വരുന്ന എം സ്പൈക്കിന്റെ കാരണം എന്താ? അൺകൺട്രോൾഡ് പ്രൊഡക്ഷൻ ഓഫ് സിംഗിൾ ഇമ്മ്യൂണോഗ്ലോബിന്റെ അൺകൺട്രോൾഡ് പ്രൊഡക്ഷൻ ആണ്. ബെൻസ്റ്റോൺ പ്രോട്ടീൻസ് യൂറിനിൽ ഉണ്ടെങ്കിൽ എന്താ അതിന്റെ അർത്ഥം? ഫ്രീ ലൈറ്റ് ചെയിൻസ് ആർ നെഫ്രോടോക്സിക് ലീഡിംഗ് ടു കിഡ്നി ഡാമേജ്. അപ്പം അതായത് ഈ ഫ്രീ ലൈറ്റ് ചെയിൻസ് നെഫ്രോടോക്സിക് ആണ്, കിഡ്നി ഡാമേജിന് കാരണമാകുന്നതാണ്. ഈ ഹൈപ്പർ കാൽസീമിയ കാരണം എന്ത് പറ്റും? ഓസ്റ്റിയോക്ലാസ്റ്റ് ആക്ടിവേഷൻസ് ഉണ്ടാവും. മൈലോമ സെൽസ് കാരണം ഓസ്റ്റിയോക്ലാസ്റ്റ് ആക്ടിവേഷൻ ഉണ്ടാകും. അത് ബോണിൽ നിന്നുള്ള കാൽഷ്യം റിലീസിന് കാരണമാവും. പിന്നെ അഫ്കോഴ്സ് അനീമിയ എന്താണ്? ബോൺ മാരോ റീപ്ലേസ്മെന്റ് ബൈ പ്ലാസ്മ സെൽ സപ്രസസ് RBC പ്രൊഡക്ഷൻ. അതാണ് C പാർട്ട്. ഈ ലാസ്റ്റ് പാർട്ട്, വാട്ട് ഈസ് ദി കോംപ്ലിക്കേഷൻ ഓഫ് ദി ഡിസീസസ്. എന്തൊക്കെ ടൈപ്പ് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും? ഒന്ന് ബോൺ റിലേറ്റഡ് കോംപ്ലിക്കേഷൻ, 2 റെയ്നൽ കോംപ്ലിക്കേഷൻ, 3 ഹീമാറ്റോളജിക്കൽ കോംപ്ലിക്കേഷൻ, 4 ന്യൂറോളജിക്കൽ കോംപ്ലിക്കേഷൻ. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെ വരും? ബോൺ റിലേറ്റഡില് ഒന്ന് പത്തോളജിക്കൽ ഫ്രാക്ചേഴ്സ്, കാരണം എന്താ? ലൈറ്റിക് ലെഷൻസ് കാരണം ഉണ്ടാവുന്ന പത്തോളജിക് ഫ്രാക്ചേഴ്സ്. അടുത്തത് ഹൈപ്പർ കാൽസീമിയ, അത് കാരണം എന്തുണ്ടാവും? വീക്ക്നെസ്സും നോസിയയും കൺഫ്യൂഷനും ഒക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ സ്പൈനൽ കോഡ് കംപ്രഷനും ഉണ്ടാകാം. അടുത്തത് റീനൽ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെ ഉണ്ടാവാം? മൈലോമ കിഡ്നി, കാസ്റ്റ് നെഫ്രോപ്പതി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കാസ്റ്റ് നെഫ്രോപ്പതി ഉണ്ടാകാം. നോട്ട് ചെയ്യണേ. അമിലോയിഡോസിസ് ഉണ്ടാകാം. അതുപോലെ തന്നെ ഹൈപ്പർ കാൽസീമിയ ഇൻഡ്യൂസ് ചെയ്യുന്ന നെഫ്രോപ്പതി ഉണ്ടാകാം. അടുത്തത് ഹീമാറ്റോളജിക്കൽ കോംപ്ലിക്കേഷൻ, അഫ്കോഴ്സ് അനീമിയ. ഇൻഫെക്ഷൻസ് ഉണ്ടാവാം, കാരണം ഇമ്മ്യൂണോഗ്ലോബിൻ നോർമൽ ലെവലിൽ നിന്ന് കുറയാണ്, അപ്പം ഇൻഫെക്ഷൻസ് വരാം. അതുപോലെ തന്നെ ബ്ലീഡിംഗ് ടെൻഡൻസി, ഈ പ്ലേറ്റ്ലെറ്റ്സ് ഡിസ്ഫങ്ഷൻ ആവുന്നതുകൊണ്ട് തന്നെ ബ്ലീഡിംഗ് ടെൻഡൻസി വരാം.
ഇനി ന്യൂറോളജിക്കൽ എന്താ? കോഡ് കംപ്രഷൻ, പെരിഫറൽ ന്യൂറോപ്പതി. അമിലോയിഡോസിസ് നടക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഹൈപ്പർ വിസ്കോസിറ്റി ഉള്ളത് കൊണ്ട് പെരിഫറൽ ന്യൂറോപ്പതിയും ഉണ്ടാകാം. അപ്പം കീ ക്ലിനിക്കൽ സയൻസ് എന്തൊക്കെയാണ്? രോഗിക്കുള്ള ഉണ്ടാകാൻ സാധിക്കുന്ന ക്ലിനിക്കൽ സയൻസ് ബാക്ക് പെയിന്, അനീമിയ, ഹൈപ്പർ കാൽസീമിയ, മൾട്ടിപ്പിൾ മൈലോമയുടെ ലക്ഷണമായി നമുക്ക് പൊതുവെ കണക്കാക്കാം. ഈ മോണോക്ലോണൽ ഗാമോപ്പതി ഓഫ് അൺഡിറ്റർമൈൻഡ് സിഗ്നിഫിക്കൻസ് MGUS എങ്ങനെ മനസ്സിലാക്കാം? MM-ല് 10% പ്ലാസ്മ സെൽസും പ്ലസ് എൻഡ് ഓർഗൻ ഡാമേജും ആയിരിക്കും. എന്നാൽ MGUSS അതായത് മോണോക്ലോണൽ ഗാമോപ്പതി ഓഫ് അൺഡിറ്റർമൈൻഡ് സിഗ്നിഫിക്കൻസിൽ ലെസ് ദാൻ 10% പ്ലാസ്മ സെൽ ആയിരിക്കും. പ്ലാസ്മ സെല്ലിന്റെ തോത് 10% കുറവായിരിക്കും. എൻഡ് ഓർഗൻ ഡാമേജ് ഉണ്ടാകില്ല. ഓക്കെ, അപ്പൊ കീ ഇൻവെസ്റ്റിഗേഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത് സെറവും യൂറിനും ആണ് വരുന്ന കീ ഇൻവെസ്റ്റിഗേഷൻ ടൂൾസ്. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പൊ ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. എല്ലാവർക്കും ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു.